സൗദിയിലെ ആരോഗ്യ മേഖലയിൽ കൂടുതൽ സൗദിവൽക്കരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫിസിയോതെറാപ്പി, ലബോറട്ടറി, അതുപോലെ തന്നെ റേഡിയോളജി തുടങ്ങിയ 4 മേഖലയിലായിട്ടാണ് കൂടുതൽ സൗദികൾ നിയമിക്കാൻ പോകുന്നത്. ബഹ്റൈനിലേക്ക് വന്നാൽ ബഹ്റൈനിലെ കേരള സമാജത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടി ഇതാ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ദുബായ് നഗരത്തിലാണെങ്കിൽ ദീപാവലി ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സൗദിയിൽ നിന്ന് അഫ്താബ് റഹ്മാനും ബഹ്റൈനിൽ നിന്ന് ഷഫി ഷാജഹാനും ദുബായിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീനുമാണ് ചേരുന്നത്. നമുക്ക് ആദ്യം സൗദിയിലേക്ക് പോകാം. സൗദിയിലെ ആരോഗ്യ മേഖലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ സൗദിവൽക്കരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെ മേഖലയിലായിട്ടാണ് സൗദിവൽക്കരണം വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ഓരോ സ്ഥാപനത്തിലെയും ആകെയുള്ള ജോലികളിൽ 70% വരെ ജീവനക്കാർ സൗദികളായിരിക്കണം എന്നതാണ് നിബന്ധന വരുന്നത്. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അഫ്താബ്, ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ കൂടുതലായി സൗദിവൽക്കരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്? സൗദിയിലെ വിവിധ മേഖലകൾ തുടരുന്ന സൗദിവൽക്കരണത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച 4 മേഖലയിലെ സൗദിവൽക്കരണം. ഇത് 4ഉം ആരോഗ്യ മേഖലയിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിയും തെറാപ്യൂട്ടിക് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഈ 2 മേഖലയാണ്. ഈ 2 മേഖലയിലും 80% സൗദിവൽക്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ മേഖലയിലുള്ള ആകെയുള്ള തൊഴിലിന്റെ 80% ജീവനക്കാരും ഇനി സൗദി പൗരന്മാരായി ഘട്ടം ഘട്ടമായി മാറും. മറ്റൊരു മേഖല പ്രധാനപ്പെട്ടത് മെഡിക്കൽ ലാബോറട്ടറി മേഖലകളാണ്. ഇതിൽ 70% വരെയാണ് സൗദിവൽക്കരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റൊന്ന് റേഡിയോളജി വകുപ്പാണ്. ഇതിൽ 60% സൗദിവൽക്കരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ നിയമിക്കുന്ന ഓരോ സൗദി പൗരന്മാർക്കും നൽകേണ്ട ശമ്പളം സംബന്ധിച്ചുള്ള നിബന്ധനകളും സൗദി തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. അത് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ മേഖലയിലെ സ്പെഷ്യലിസ്റ്റുകൾക്കുള്ള സ്റ്റാർട്ടിംഗ് ശമ്പളം അല്ലെങ്കിൽ തുടക്ക ശമ്പളം 7000 റിയാലായിരിക്കും. അതോടൊപ്പം തന്നെ സാങ്കേതിക മേഖലയിലുള്ള ടെക്നിക്കൽ സ്റ്റാഫുകൾക്കുള്ള ശമ്പളം 5000 റിയാലായിരിക്കും എന്നുള്ളതും തൊഴിൽ മന്ത്രാലയം ഊന്നി പറയുന്നുണ്ട്. ഇത് വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ അത് നടപ്പാക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾക്ക്, സൗദിയിലെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. ഈ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നിർദ്ദേശം വിവിധ മന്ത്രാലയങ്ങൾ വഴി അവരിലേക്ക് എത്തുകയും ചെയ്യും. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഇത് നടപ്പിലാക്കുക. ആദ്യഘട്ടത്തിൽ ഈ രംഗത്ത് ലഭ്യമായിട്ടുള്ള സൗദികളെ വേഗത്തിൽ നിയമിക്കുന്നതിനാണ് പരിഗണന നൽകുക. അതോടൊപ്പം തന്നെ ഓരോ സ്ഥാപനങ്ങളും അവരുടെ മേഖലയിൽ, അവരുടെ ഈ രംഗത്തുള്ള 4 മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും മന്ത്രാലയത്തിന് കൈമാറേണ്ടി വരും.